ഇനി ഇപ്പോൾ നടക്കുന്ന കാര്യം ഇതൊക്കെ നാദാപുരം പഞ്ചായത്ത് നേതാക്കളാണ്. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അലിയാണ്. അവിടുത്തെ UDF ചെയർമാൻ അമീർ ഖാൻ, UDF കൺവീനർ അതുപോലെ ശ്രീ രഘുനാഥ്, അതുപോലെ തന്നെ CK നാസർ, ഇവരൊക്കെ ഉണ്ട്. ഇവരെ ഇരുത്തി നടത്താനുള്ള കാരണം ഇതിന് പുറമെ ഈ SEC ID കൊടുത്തോടുകൂടി ഇവരെന്താണ് ചെയ്യാമെന്ന് വെച്ചാൽ 29 മുതൽ 14 വരെ വോട്ടർ പട്ടിക പേജ് ഇറക്കാം. നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ 3-ാം നമ്പർ വിഷ്ണുമംഗലം വാർഡ്, 3-ാം നമ്പർ വിഷ്ണുമംഗലം വാർഡ്, ഭാഗം 2, ഭാഗം 1 ഇതല്ലേ? ഭാഗം 2, ഭാഗം 2 ഓക്കെ. ഭാഗം 2 എടുക്കാം. 2-ലില്ലേ ഇതല്ലേ? ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ സംഭവം വിഷ്ണുമംഗലം 3-ാം നമ്പർ വാർഡാണ്. 3-ാം നമ്പർ വോട്ടർമാരായ സൂര്യ, സൂരജ്, സുജിൽ, ശാന്ത, കുറേ പേരുകൾ ഞാൻ പറയാം. ഇവരൊക്കെ ഇപ്പോഴും 3-ാം വാർഡിലെ വോട്ടർമാരാണ് നാദാപുരം പഞ്ചായത്തിലെ. അതേ ആളുകൾ അവിടുത്തെ വോട്ട് മാറ്റാതെ 2-ാം നമ്പറിലേക്ക്, 2-ാം വാർഡിലേക്ക് മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുക. അല്ല, പുതുതായി ചേർക്കാൻ. അതായത് ആ വോട്ട് മാറ്റാതെ 3-ാം നമ്പർ വാർഡിലുള്ള വോട്ടർ പട്ടികയിലെ പേർ മാറ്റാതെ 2-ാം വാർഡിലേക്ക് പേർ ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു. ഇത്തരം 200-ലേറെ അപേക്ഷകളാണ് നാദാപുരം പഞ്ചായത്തിൽ കിടക്കുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ എപ്പിക് ID മറച്ചു വെച്ചുകൊണ്ടുള്ള കളിച്ചു കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ കളിക്കാണ് CPM ഒരുങ്ങിയിരിക്കുന്നത്. ഇലക്ഷൻ പ്രോസസ്സ് നീതിപൂർവ്വം നടക്കുന്നതിന് അട്ടിമറിക്കുകയും അതിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എപ്പിക് നമ്പർ ID ചെയ്തു, SEC നമ്പർ കൊടുത്തു. അതിനുശേഷം ചെയ്യുന്നത് ഒരേ പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഇപ്പോൾ നിലവിലിറങ്ങിയ പട്ടികയിൽ പേരുള്ളവർ ആ പേര് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വാർഡ് ചേർക്കാൻ വന്നു. ഈ പേരുകൾ ഇതാ: വിഷ്ണുമംഗലം വാർഡിലെ 78, 79, 80, 81 ഇവർക്കൊക്കെ തന്നെ നിലവിലെ പട്ടികയിൽ വോട്ടുണ്ട് 3-ാം വാർഡിൽ. ഇങ്ങനെ നാദാപുരം പഞ്ചായത്തിൽ ഏതാണ്ട് 200-ലേറെ വോട്ടുകൾ ചേർന്ന് കൊടുത്തത്. നാദാപുരം പഞ്ചായത്തിലെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും ആദ്യം ജൂലൈ 23-ന് പട്ടിക ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കെ ജൂലൈ മാസം 10-ാം തീയതി കരട് വോട്ടർ പട്ടിക CPM-ന് ചോർത്തിക്കൊടുത്ത സെക്രട്ടറിയുള്ള പഞ്ചായത്താണ് ആ പഞ്ചായത്ത്. അതേക്കുറിച്ച് ഇവർ പറയും. ഇപ്പോൾ നടക്കുന്നത് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള വഴിയല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന വോട്ട് ചോരിയിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് കോഴിക്കോട് ജില്ലയിൽ വ്യാപകമാണ്. മറ്റു ജില്ലകളിലും സമാനമായ സംഭവം ഉണ്ടാകും. അപ്പോൾ എപ്പിക് ID മറച്ചു വെച്ചിരിക്കുന്നത് CPM-ന്റെ ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും സാധൂകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ സഹായമാണ്. പിന്നീട് മറ്റു രസകാര്യം, ചില ആളുകൾ വോട്ട് മാറ്റാൻ കൊടുത്തിട്ടുണ്ട്, വീണ്ടും ചേർക്കാൻ. 3-ാം വാർഡിലെ പട്ടികയിലുള്ളവൻ 2-ാം വാർഡിൽ ചേർക്കാനും 6-ാം വാർഡിലുള്ളവൻ 7-ാം വാർഡിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ കൊടുത്ത അപേക്ഷ രസകരമാണ്. അച്ഛൻ്റെ പേര് കൊടുത്തിരിക്കുന്നതും രക്ഷിതാവിനെ കൊടുക്കുന്നതും ABC ആണ്. ABC അച്ഛൻ്റെയും രക്ഷിതാവിൻ്റെയും പേരിൻ്റെ സ്ഥാനത്താണ് ABC ഇല്ലേ? എടുത്തില്ലേ? നോക്കൂ. വൻ ഗൂഢാലോചന, കൃത്രിമം നടത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള വൻ ഗൂഢാലോചന. നേർവഴിക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ട CPM സർക്കാരിൻ്റെ സ്വാധീനത്തിലൂടെ ഇലക്ഷൻ കമ്മീഷനെ പിടിച്ച് തെരഞ്ഞെടുപ്പിനെ വളഞ്ഞ വഴി ജയിക്കാൻ നോക്കുന്നു. ABCD കാണിച്ചില്ലേ? ABCD അപേക്ഷ കൊടുത്തതിൽ രക്ഷാകർത്താവിൻ്റെ പേരിൽ അതെ ABCD ആണ് രക്ഷിതാക്കളെ പേര്. ഇതാ കയ്യിലുണ്ട്. അതിലൊരു പതിനേഴ് സീരിയൽ നമ്പർ 811 കുറച്ച് താഴെ 811
അതാണ് ABC. പ്രഷാന്റെ പേരാ ABC. റിഷ്ടാൻ ABC. ഇതാണ് ജില്ലയിലെ വോട്ടർ പട്ടികയിലെ അവസ്ഥ. കോടതി പോലും ഇടപെടുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രസാരിച്ചു തുടങ്ങി. പക്ഷെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തണം.